ഇന്ത്യയെക്കുറിച്ച് മിക്കപ്പോഴും വരുന്ന ചില വാർത്തകളുണ്ട്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ കോടീശ്വരന്മാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബംഗളൂരുവിൽ വലിയ വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ ലക്ഷറിയസ് കാറിൻ്റെ ഒരു വലിയ പ്രവാഹമൊഴുകുന്നു. അങ്ങനെ അനവധി വാർത്തകൾ. പക്ഷേ ഇന്ത്യയിലെ ഡേറ്റകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഒറ്റ എക്കോണമി അല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യ ശരിക്കും 3 എക്കോണമിയാണ്. അതിൽ ഒരു എക്കോണമി ഇന്ത്യ 1 എന്ന് നമുക്ക് വിളിക്കാം. അവിടുത്തെ ആളുകളുടെ ജീവിതം ഏതാണ്ട് സിംഗപ്പൂരിലുള്ള ആളുകളുടെ അതേ ജീവിതത്തിന് സമാനമാണ്. അല്ലെങ്കിൽ പോളണ്ടിലുള്ള ആളുകൾ എത്ര ലക്ഷറിയസ് ആയിട്ടാണോ ജീവിക്കുന്നത്, ഏതാണ്ട് അതിന് സമാനമായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവർ ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ വരത്തുള്ളൂ. രണ്ടാമത്തത് ഇന്ത്യ 2. ഇന്ത്യ 2വിൽ വരുന്നത് ഒരു മിഡിൽ ക്ലാസ് ആണ്. പ്രധാനമായിട്ടും ലോക്കൽ ഷോപ്പ് കീപ്പേഴ്സ്, ഒരു 10 പേരിൽ താഴെ മാത്രം എംപ്ലോയീസ് ഉള്ള ഒരു ബിസിനസ് ഓണർ, അത്തരത്തിലുള്ള ആളുകളാണ്. അവരുടെ ജീവിതം ഏകദേശം മെക്സിക്കോയിലുള്ള ഒരു ശരാശരി വ്യക്തിയുടെ ജീവിതം പോലെ ആയിരിക്കും. ഇതൊന്നും കൂടാതെ മൂന്നാമത്തെ ഒരു ലെയർ കൂടി ഇന്ത്യക്കുണ്ട്, ലെയർ 3. ഇവിടെയുള്ള ആളുകളുടെ ജീവിതം ഏകദേശം സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ആളുകളുടെ ജീവിതത്തിന് സമാനമാണ്. ഞാൻ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ച് മാത്രമല്ല ഇവിടെ സംസാരിക്കുന്നത്, ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ടയർ 3യിലുള്ള ആളുകളുടെ ജീവിതം വളരെ പരിതാപകരമാണ്. ഏതാണ്ട് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിയുന്നത് പോലുള്ള അവസ്ഥയിലൂടെയാണ് അവർ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും വിചിത്രമായിട്ടുള്ള 3 ലെയറുകൾ ഉണ്ടായിരിക്കുന്നത്? ഈ 3 ലെയറുകൾ എക്കാലത്തേക്കും ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ ഒരു കാലത്തും നമ്മൾ രക്ഷപ്പെടില്ല. ഇന്ത്യ എന്ന മഹാരാജ്യം എന്നും ഇങ്ങനെ തന്നെ നിലകൊള്ളും. ഇന്ത്യയിൽ വലിയ മാറ്റം സംഭവിക്കണമെങ്കിൽ, താഴെത്തട്ടിലുള്ള ആളുകൾക്കും സുഖകരമായിട്ട് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ, ഇന്ത്യ ഒരു യൂറോപ്യൻ രാജ്യത്തെ പോലെ ഒരു വികസിത രാജ്യമായിട്ട് മാറണമെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വരേണ്ടത്? ഇന്ത്യയിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും ഒരു സാധാരണക്കാരൻ എന്നും ഒരു സാധാരണക്കാരനായിട്ട് തന്നെ അവശേഷിക്കുന്നത്? നമുക്ക് വളരെ വിശദമായി ഒന്ന് പരിശോധിക്കാം. ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ റെഫറൻസുകളും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നന്നായി അധ്വാനിക്കുക. എന്നാൽ നന്നായി അധ്വാനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടുമോ? നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒരു ഓട്ടോ ഡ്രൈവർ. ആ ഓട്ടോ ഡ്രൈവർ നന്നായിട്ട് അധ്വാനിക്കുന്നു. എല്ലാ ദിവസവും 10-14 മണിക്കൂർ അദ്ദേഹം ശക്തമായിട്ടുള്ള വെയിലത്ത്, ആ വെയിലൊന്നും വകവയ്ക്കാതെ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഓട്ടോ ഡ്രൈവർ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അയാൾ ഇന്നും ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് മാത്രം അവശേഷിക്കും. അതിൻ്റെ കാരണം ഒരു ലോട്ടറി ടിക്കറ്റാണ്. ആ ലോട്ടറി ടിക്കറ്റ് നമ്മുടെ കേരള സർക്കാർ അച്ചടിച്ചിറക്കുന്ന ലോട്ടറി ടിക്കറ്റല്ല. നിങ്ങളുടെ അച്ഛൻ ആരാണ്, നിങ്ങളുടെ അമ്മ ആരാണ്, നിങ്ങളുടെ കുടുംബം എത്തരത്തിലുള്ളതാണ്, അവരുടെ വിദ്യാഭ്യാസം എന്താണ്, അവരുടെ വരുമാനം എന്താണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ലൈഫിൻ്റെ ആ ലോട്ടറി നിലകൊള്ളുന്നത്. സുന്ദരകില്ലാടി എന്നൊരു സിനിമയിൽ ദിലീപ് ഒരു കോല് പോലുള്ള എന്തോ ഒരു വസ്തു കറക്കി എറിയുന്നൊക്കെയുണ്ട്. അത് വന്ന് വീഴുന്ന സ്ഥലത്ത് ഒരുപാട് വെള്ളമുണ്ടെന്നാണ് ആ സിനിമയ്ക്കകത്ത് പറയുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു വലിയ കോലാണ് ശരിക്കും ഇന്ത്യയിലെ ജീവിതം. ജനിക്കാൻ പോകുന്ന ആ കുട്ടിയുടെ കോല് എവിടെയാണോ വന്ന് വീഴുന്നത് അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ടയർ 1 ലെയറിലാണ് വന്ന് വീഴുന്നതെങ്കിൽ പിന്നീട് കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് വളരെ എളുപ്പമായിരിക്കും. എന്നാൽ ആ കോല് വന്ന് വീഴുന്നത് ബീഹാറിലെ ഒരു കുഗ്രാമത്തിലാണെങ്കിൽ ആ കുട്ടി എത്രമാത്രം കഷ്ടപ്പെട്ടാലും ആ കുട്ടിയുടെ ഭാവിയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു പോവല്ല. ഇതിൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങളുണ്ട്, എക്കണോമിസ്റ്റുകളുടെ ഒരുപാട് തിയറികളുണ്ട്. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഹാർഡ് വർക്ക് എന്നുള്ള കാര്യം ഞാൻ വെട്ടിക്കളഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വീണ കുട്ടി രക്ഷപ്പെടണമെങ്കിൽ, ആ കുട്ടിക്ക് സിംഗപ്പൂരിലുള്ള ഒരു വ്യക്തിയെപ്പോലെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ടയർ 1 ലെയറിൽ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ എന്താണ് ആ കുട്ടി ചെയ്യേണ്ടത്? കൂടുതൽ ആളുകളും പറയുക വിദ്യാഭ്യാസമാണ്. പക്ഷേ യഥാർത്ഥ കണക്കുകൾ അങ്ങനെയാണോ പറയുന്നത്? അല്ല. എക്കണോമിസ്റ്റുകളുടെ ഭാഷയിൽ ഒരു ടേം തന്നെയുണ്ട്, ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റി.
കേൾക്കുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ജാർഗോൺ പോലെയൊക്കെ തോന്നിക്കും. പക്ഷേ സംഭവം വളരെ സിമ്പിളാണ്. ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ആ കുട്ടി ആ കുടുംബത്തിലുള്ള ആളുകളുടെ, അതായത് ആ കുട്ടിയുടെ പേരൻസിനേക്കാൾ ധനികനാകാനുള്ള സാധ്യത എത്രമാത്രമാണെന്നാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് സ്റ്റഡി പറയുന്നത്. ഡെൻമാർക്കിലുള്ള ഒരു കുട്ടി ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവരെക്കാൾ കൂടുതൽ സമ്പന്നനായിട്ട് മാറാനുള്ള സാധ്യത 38%, അല്ലെങ്കിൽ 0.38 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി. അതായത് 10 വീടുകളെ എടുത്തു കഴിഞ്ഞാൽ ആ 10 വീടുകളിൽ ഏകദേശം 4 വീടുകളിൽ ജനിച്ച കുട്ടികൾ ആ വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ ധനികരായിട്ട് മാറും. എന്നാൽ ഇന്ത്യയിലെ കണക്കോ, ബീഹാറിലെ ഒരു കുഗ്രാമത്തിൽ ജനിക്കുന്ന കുട്ടിയുടെ ഇൻ്റർ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത് വെറും 16% മാത്രമാണ്. അതായത് 10 കുടുംബങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ 10 കുടുംബങ്ങളിൽ ജനിച്ച കുഞ്ഞുങ്ങളിൽ ഏകദേശം ഒരു കുട്ടി മാത്രമായിരിക്കും ആ കുട്ടിയുടെ പേരൻറ്റിനേക്കാൾ കൂടുതൽ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുട്ടിയായിട്ട് മാറുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒന്നാണ് JEE അഡ്വാൻസ്ഡ്. അതുപോലെ തന്നെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മറ്റൊരു എക്സാമാണ് നീറ്റ് എക്സാം. ഇന്ത്യയിൽ JEE അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി പ്രയത്നിക്കുന്നവരുടെ എണ്ണം 10 ലക്ഷത്തിനും മുകളിലാണ്. എന്നാൽ എത്ര പേർക്ക് അവിടെ അഡ്മിഷൻ കിട്ടും? IITകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ എക്സാം എഴുതുന്നത്. അത് 1% താഴെ മാത്രമാണ്. അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള 1% കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണോ? അല്ലെങ്കിൽ അതിലും താഴെ മാത്രം കുട്ടികളെ ഉള്ളൂ എന്നാണോ? അല്ല. ആ എക്സാം എഴുതുകയിൽ ഒരു 10% അല്ലെങ്കിൽ 20% വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. എന്നാൽ അവർക്ക് പഠിക്കാൻ മാത്രമുള്ള ടോപ്പ് ടയർ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ത്യയിലില്ല. നമുക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കണക്കെടുക്കാം. അവിടെ മൊത്തം എക്സാം എഴുതുന്നതിൽ 3 മുതൽ 4% വരെ ആളുകൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നു. ഇന്ത്യയിലുള്ള പല IITകളെക്കാട്ടിലും ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അവിടുത്തെ കോമ്പറ്റീഷൻ അത് ഇന്ത്യയിലെ IITയിലെ കോമ്പറ്റീഷനുകളെക്കാൾ വളരെ വളരെ കുറവാണ്. പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ള ടോപ്പ് ടയർ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അതിനുപരിയായി ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള മത്സരത്തെ ഇല്ലായ്മ ചെയ്യുന്ന $1 മില്യൺ ബിസിനസ്സായ കോച്ചിങ് സെൻറ്ററുകളുമുണ്ട്. ഇവിടെയാണ് ലൈഫ് ലോട്ടറി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു കോച്ചിങ് സെൻറ്ററിൽ നമ്മുടെ കുട്ടിയെ പഠിക്കാനായിട്ട് വിടുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഏകദേശം 3 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരും. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കേണ്ടി വരും. ഹോസ്റ്റൽ ഫീസും മെസ് ഫീയും ഒക്കെ അഡീഷണലായിട്ട് വരും. ടയർ 1ലുള്ള ഒരു കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ഇതത്ര പ്രയാസമുള്ളൊരു കാര്യമൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 3 ലക്ഷം 4 ലക്ഷം അല്ലെങ്കിൽ ഒരു 5-6 ലക്ഷം രൂപയെന്ന് പറയുന്നത് ഒരു വലിയ തുകയേ അല്ല. ടയർ 2വിലുള്ള ആളുകൾക്കും ഒരുവിധമൊക്കെ മാനേജ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചേക്കും. എന്നാൽ ടയർ 3യിലുള്ള വ്യക്തിക്കോ, ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ മകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആപ്പ് ഓടിക്കുന്ന ഒരു വ്യക്തിയുടെ മകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായിരിക്കാം. അവർക്ക് ഒരു മാസം പരമാവധി കിട്ടുന്നത് 25,000 അല്ലെങ്കിൽ ഒരു 30,000 ആയിരിക്കും. അവരുടെ എല്ലാ ചെലവുകളും കഴിഞ്ഞ് ഒരു വർഷം അവർക്ക് മിച്ചം പിടിക്കാൻ സാധിക്കുന്ന പൈസ വളരെ വളരെ കുറവാണ്. ഒരുപക്ഷേ അവർക്ക് ഒരു വർഷം കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കുന്ന മുഴുവൻ പണവും അവരുടെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കേണ്ടി വരും. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ നടക്കാത്തൊരു കാര്യമായിരിക്കാം. ഇത്രയും പണമൊന്നും ഒപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാധാരണ ഇന്ത്യക്കാരൻ അപ്പോഴും വിദ്യാഭ്യാസം എന്ന ചോയ്സ് വിട്ട് കളയില്ല. അവർ മുണ്ട് മുറുക്കി ഉടുത്തു തന്നെ ജീവിക്കും. പണം പരമാവധി സേവ് ചെയ്ത് അവരുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും. എന്നാൽ ഇങ്ങനെയുള്ള കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നത് BA, BCom അല്ലെങ്കിൽ BSc അത്തരത്തിലുള്ള കോഴ്സുകളിലായിരിക്കും. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോളിടെക്നിക് കോളേജിലായിരിക്കും അവർക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും IITയിലോ അല്ലെങ്കിൽ NITയിലോ കിട്ടുന്ന പ്ലേസ്മെൻറ്റ് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. BA, BCom പോലുള്ള പല കോഴ്സുകളും പഠിച്ചിട്ട് ഒരു രീതിയിലുള്ള ജോലിയും സമ്പാദിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള യുവതികളുടെ എണ്ണം ഇന്ത്യയിൽ വളരെയധികം കൂടുതലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ ജോലി കിട്ടാക്കനിയാണ്. എല്ലാ ആളുകളും വിദ്യാഭ്യാസത്തിലേക്കൊന്നും പോകില്ല.
ചെറിയ രീതിയിൽ പണമൊക്കെ മുടക്കി വിദ്യാഭ്യാസം നേടും, അല്ലെങ്കിൽ സർക്കാർ കോളേജിൽ ഏതെങ്കിലും ഒരു ചെറിയ കോഴ്സ് എടുത്ത് പഠിച്ച് വിദ്യാഭ്യാസം അങ്ങ് പൂർത്തിയാക്കും. അതിനുശേഷം അവർ ബിസിനസ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. ഒരു ബേക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യാവസായിക സ്ഥാപനമോ അവർ ആരംഭിക്കും. ആദ്യഘട്ടങ്ങളിലൊക്കെ വലിയ പരാജയങ്ങളായിരിക്കും. കുറേ ആളുകളൊക്കെ കടം കയറി ഒടുവിൽ അതെല്ലാം നിർത്തി മറ്റെന്തെങ്കിലും പണിക്ക് പോകാൻ തുടങ്ങും. എന്നാൽ അവിടെയും വിജയിച്ചു വരുന്ന ആളുകളുണ്ട്. അങ്ങനെ വിജയിച്ചു വരുന്ന ആ ആളുകൾ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്താറുണ്ടോ? അങ്ങനെ എത്തിയിരുന്നെങ്കിൽ ഇന്ത്യ ഒരു യൂറോപ്യൻ രാജ്യത്തെ പോലെ സമ്പന്നമായി മാറിയേനെ. അങ്ങനെ എത്താറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഇവർക്ക് ടോപ്പ് ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത്? ഇവരുടെ ഒരു മാസത്തെ കച്ചവടത്തിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ അത് വളരെ വലുതായിരിക്കും. ഉദാഹരണത്തിനൊരു ബേക്കറി എടുക്കാം. ആ ബേക്കറിയിൽ ഒരു മാസം നടക്കുന്ന കച്ചവടം 2 ലക്ഷം രൂപയുടെ കച്ചവടമായിരിക്കും. പക്ഷേ 60,000 രൂപയോളം അവർക്ക് കൊമേഴ്സ്യലായിട്ടുള്ള റെൻ്റ് അടയ്ക്കാൻ വേണം. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് പോലുള്ള ബില്ലുകൾ അടയ്ക്കാനായിട്ട് വേണം. 50,000 രൂപ അവരുടെ ജോലിക്കാർക്ക് കൊടുക്കാനുള്ള ശമ്പളമായിട്ട് വേണം. 40,000 രൂപ അവർക്ക് വേണ്ട മെറ്റീരിയൽസ് ഇറക്കാൻ വേണ്ടിയിട്ട് വേണം. മൊത്തത്തിൽ ചിലവെല്ലാം കുറച്ച് കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് 50,000 രൂപയാണ്. ആ 50,000 രൂപ ഉപയോഗിച്ചിട്ട് വേണം അവരുടെ ഒരു മാസത്തെ എല്ലാ ചിലവുകളും നടപ്പിലാക്കാൻ. ഗ്രോസറി മേടിക്കാനുള്ളത്, പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഉള്ള ചികിത്സ ആവശ്യത്തിന് വേണ്ടിയുള്ള പൈസ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇനി വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അതിൻ്റെ വാടക കൊടുക്കണം. എല്ലാം കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന സേവിങ്സ് എന്ന് പറയുന്നത് ഏകദേശം 0 രൂപയായിരിക്കും. കുറച്ച് പേർക്കെങ്കിലും ഒരു മാസം ഒരു 10,000 രൂപയോ ഒരു 20,000 രൂപയോ സേവ് ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുക. അങ്ങനെ സാധിച്ചാൽ തന്നെ ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടായ ഒരു മെഡിക്കൽ എമർജൻസി കാരണം ആ പണമെല്ലാം പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അത്തരത്തിലുള്ളൊരു സാധ്യത ഒഴിവാക്കിയിട്ട് ഇങ്ങനെ സേവ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സേവ് ചെയ്തതിൻ്റെ മുകളിൽ പലതരത്തിലുള്ള ടാക്സുകൾ അവർക്ക് അടയ്ക്കേണ്ടി വരും. ഈ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ശൃംഖലയാണ് അന്നപൂർണ. കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഫൈനാൻസ് മിനിസ്റ്ററിനെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ഒരു തമാശ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കടയിൽ വിൽക്കുന്ന ബണ്ണിന് 0% GST. എന്നാൽ അത് ക്രീം ബണ്ണാകുമ്പോൾ അതിൻ്റെ GST 18%. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് വരുന്ന ഒരു ക്ലയൻറ്റിന് ഇങ്ങനെ ഓർഡർ ചെയ്യാം: എനിക്ക് ക്രീം ഇല്ലാത്ത ഒരു ബണ്ണ് വേണം, കൂടാതെ എനിക്ക് കുറച്ച് ക്രീമും വേണം. ക്രീമിൻ്റെ GST വെറും 5% മാത്രമാണ്. അദ്ദേഹം സ്വന്തമായിട്ട് ആ ക്രീം ആ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 13% GSTയിൽ കുറവുണ്ടാകും. അതായത് താരതമ്യേന കുറച്ച് പൈസ മാത്രം അടച്ചാൽ മതി. ആ ക്രീം ബൺ വിൽക്കുന്ന ഹോട്ടലിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ബണ്ണ് മാത്രമാണെങ്കിൽ ടാക്സ് ഇല്ല, ക്രീം മാത്രമാണെങ്കിൽ 5%. ക്രീം ആ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് തിരികെ കഴിഞ്ഞാൽ അത് 18% ഉയരും. ഇന്ത്യയിൽ വിൽക്കുന്ന പല സാധനങ്ങളുടെയും GSTയുടെ കണക്ക് ഇങ്ങനെയാണ് പോകുന്നത്. അദ്ദേഹം ഒരു തമാശയായിട്ടാണ് അവിടെ അവതരിപ്പിച്ചതെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫൈനാൻസ് സിസ്റ്റത്തിലെ അല്ലെങ്കിൽ GSTയിലെ ഒരു വലിയ വിള്ളലാണ് അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇന്ത്യയിലെ ഒരു ചെറുകിട വ്യവസായിക്ക് GST ഒരു വലിയ വെല്ലുവിളിയാണ്. അവരുടെ ആ വ്യാവസായിക സ്ഥാപനത്തിലേക്ക് മേടിക്കേണ്ട മെറ്റീരിയൽസിന് GST അടയ്ക്കണം. അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റിന് GST ഉണ്ട്. ആ GSTയുടെ കൂട്ടിയിട്ട് വേണം വിൽക്കാൻ. അവർ വിറ്റ് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും കൊമേഴ്സ്യൽ ടാക്സ് അടയ്ക്കണം. അതിൻ്റെ എല്ലാം മുകളിലായിട്ട് ഇൻകം ടാക്സും വരുന്നുണ്ട്. പക്ഷേ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വെറും പേപ്പർ വർക്കുകൾ മാത്രമാണ്. ഇവിടെ നമ്മൾ രാഷ്ട്രീയമൊക്കെ മറന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത്രയും നാൾ വരെ മിഡിൽ ക്ലാസ്സിന് നല്ല പൈസ ടാക്സായിട്ട്, ഇൻകം ടാക്സായിട്ട് അടയ്ക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ 12 ലക്ഷം രൂപ വരെയുള്ള പണത്തിന് ടാക്സ് അടയ്ക്കേണ്ട, അതിന് മുകളിലുള്ള പണത്തിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. അതായത് ഒരു മാസം 1 ലക്ഷം രൂപ മുതൽ അതിന് മുകളിലേക്ക് പൈസ സമ്പാദിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. ഇൻകം ടാക്സിലെ ഈ മാറ്റം ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിനെ ഉയരങ്ങളിലെത്തിക്കുമോ? അത് മതിയാകില്ല. ഇനി നമുക്ക് രാഷ്ട്രീയമൊക്കെ മറന്ന് നമ്മുടെ ഗവൺമെൻറ്റിനെ ഒന്ന് കുറ്റപ്പെടുത്താം. ചുമ്മാ കുറ്റപ്പെടുത്തുകയല്ല, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറ്റപ്പെടുത്താം. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ഒരുപാട് കമ്പനികൾ വളരെ വലുതാണ്. എന്നാൽ ഇന്ത്യയിലുള്ള കമ്പനികൾ എല്ലാം വളരെ വളരെ ചെറുതാണ്. ഇന്ത്യയിലുള്ള മൊത്തം സ്ഥാപനങ്ങളിൽ 90% സ്ഥാപനങ്ങളിലും എംപ്ലോയീസിൻ്റെ എണ്ണം 4 അതിൽ താഴെയോ ആണ്. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. എംപ്ലോയീസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഗവൺമെൻറ് ആ കമ്പനിയുടെ മുകളിൽ പിടിമുറുക്കും. ഒരു കമ്പനിയിൽ
10 പേരോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നിയമം അപ്പാടെ അങ്ങ് മാറും. ആ കമ്പനിയിൽ പിന്നെ ESI അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അവിടെ പേയ്മെൻറ്റ് ഗ്രാറ്റുവിറ്റി ആക്ട് ബാധകമാണ്. ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റീസും ഉണ്ടായിരിക്കണം. ഒരുപാട് നൂലാമാലകളുണ്ടാവും. പേപ്പർ വർക്കുകളുണ്ട്, ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിന് പണച്ചെലവുണ്ട്. അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഒരു 9 എംപ്ലോയീസ് ആകുമ്പോൾ തന്നെ അവരുടെ എക്സ്പാൻഷൻ അങ്ങ് നിർത്തും. ഇനി അധികമായിട്ട് എന്തെങ്കിലും കേസിൽ ഒരു എംപ്ലോയിയെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇല്ലീഗലായിട്ട് കുറഞ്ഞ വേതനത്തിൽ ആരെങ്കിലും ആ ജോലി ഏൽപ്പിക്കും താൽക്കാലികമായിട്ട്. കമ്പനികൾ ബോധപൂർവം എംപ്ലോയീസിൻ്റെ എണ്ണം 9-ൽ നിർത്തി അതിൻ്റെ എക്സ്പാൻഷൻ ഒഴിവാക്കുകയാണെങ്കിൽ ആ കമ്പനികൾക്കെല്ലാം ഒരു നഷ്ടമുണ്ടാകും. അതിനെയാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. വലിയ രീതിയിൽ കമ്പനി ഉൽപ്പാദനം നടത്തിയില്ലെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ അളവ് അത് താരതമ്യേന വളരെ വളരെ കുറവായിരിക്കും. അങ്ങനെ കുറഞ്ഞ പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവർ എന്നും എക്കാലത്തേക്കുമായി ഇന്ത്യയുടെ സെക്കൻഡ് ലെയറിൽ തന്നെ അവശേഷിക്കും. അതായത് ഇന്ത്യയുടെ മെക്സിക്കൻ വേർഷനായിട്ട് അവർ എന്നും നിലകൊള്ളും. ഇന്ത്യയുടെ തേർഡ് ലെയർ ഒന്ന് സർവൈവ് ചെയ്യാൻ തന്നെ പാടുപെടുമ്പോൾ സെക്കൻഡ് ലെയർ ഒരു കാലത്തും ഫസ്റ്റ് ലെയറിലേക്ക് എത്താതെ ഒരു മിഡിൽ ക്ലാസ്സിൽ തന്നെ ട്രാപ്ഡായി പോകും. ഇവിടെയൊക്കെ രക്ഷപ്പെടുന്ന ആരാണ്? അവർ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ഇന്ത്യയുടെ സിംഗപ്പൂരാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ പോളണ്ടാണ്. ഇന്ത്യയുടെ ടയർ 1 ലെയറിൽ അംബാനിയോ അദാനിയോ മാത്രമല്ല വരുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം ഒരു 20 ലക്ഷം രൂപയൊക്കെ സമ്പാദിക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെ ഈ ലെയറിൽ തന്നെ വരും. അതിന് മുകളിലോട്ടുള്ളവരും ഇതേ ലെയറിൽ തന്നെയാണുള്ളത്. എന്നാൽ ഇവർ എണ്ണത്തിൽ വളരെ വളരെ കുറവാണ്. മൊത്തം ഏകദേശം ഒരു 6 കോടി ജനങ്ങൾ മാത്രം വരും. അവർ എങ്ങനെയാണ് ഈ ഉയർന്ന ലെയറിലെത്തിയത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയാണ്. അവരുടെ ആ കോല് വന്ന് വീണത് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു IT പാർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ കാണാം. അതിൻ്റെ അർത്ഥം അവിടെയുള്ള ആളുകളെല്ലാം അങ്ങനെയുള്ള ആളുകളാണെന്നല്ല. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം ഈ ഒരു ടയറിൽ വരുമെന്നല്ല. അതിൽ തന്നെ ക്രീം ഓഫ് ദ ക്രീമായിട്ട് വരുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ഈ ടയർ 1-ൽ വരുന്നത്. ടയർ 1-ലുള്ള ഒരു കോർപ്പറേറ്റ് മാനേജറെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അദ്ദേഹത്തിന് കിട്ടുന്ന ലക്ഷങ്ങളുടെ ശമ്പളം അത് അതേപടി അദ്ദേഹം ചിലവഴിക്കാറില്ല. അതിൻ്റെ 30 മുതൽ 40% വരെ ഒരു പക്ഷേ അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഇക്വിറ്റിയിലേക്കും അതുപോലെ മറ്റ് SIPകളിലേക്കുമൊക്കെ അദ്ദേഹം വഴിമാറ്റി ചിലവഴിക്കും. അതൊക്കെ പിന്നീട് അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയായിരിക്കും സമ്മാനിക്കാൻ പോകുന്നത്. ടയർ 1-നെയും ടയർ 2-നെയും ടയർ 3-യും ഒക്കെ വേർപെടുത്തുന്നത് ഈ കാര്യങ്ങൾ മാത്രമല്ല. ഇവിടെ ഒരു സേഫ്റ്റി നെറ്റിൻ്റെ അഭാവമുണ്ട്. അഭാവം വരുന്നത് ടയർ 2-ലും ടയർ 3-യിലുമാണ്. സേഫ്റ്റി നെറ്റുള്ളത് ടയർ 1-ലാണ്. ഉദാഹരണത്തിന് ഒരു IT കമ്പനിയിലെ മാനേജർ, അദ്ദേഹത്തിന് ലക്ഷങ്ങളുടെ ശമ്പളമുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് അസുഖമുണ്ടായി, അദ്ദേഹത്തിന് പനിയായി. കുറച്ചധികം നാൾ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഇതേപോലെ തന്നെ മറ്റൊരു വ്യക്തി, അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവർ മാത്രമാണ്, അദ്ദേഹത്തിനും പനി വന്നു. അദ്ദേഹത്തിനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. അദ്ദേഹവും ഒരാഴ്ചയോളം ആശുപത്രിയിൽ തന്നെയാണ് കിടന്നത്. ടയർ 1-ലുള്ള വ്യക്തി ആശുപത്രിയിൽ കിടക്കുന്നത് പോലെയാണോ ടയർ 3-യിലുള്ള വ്യക്തി കിടക്കുന്നത്? ടയർ 3-യിലുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനി സമ്മാനിക്കുന്ന ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസിൻ്റെ സംരക്ഷണതയിൽ അദ്ദേഹത്തിന് വിശ്രമിക്കാം. അതിനു പുറമെ അദ്ദേഹത്തിന് പെയ്ഡ് സിക്ക് ലീവുമുണ്ട്. എന്നാൽ ഓട്ടോ ഡ്രൈവറിൻ്റെ കേസ് അങ്ങനെയാണോ? അദ്ദേഹത്തിന് ആ ഒരാഴ്ച എങ്ങും പോകാൻ സാധിക്കില്ല, അദ്ദേഹത്തിന് പണിയെടുക്കാൻ സാധിക്കില്ല, അദ്ദേഹത്തിന് ഒരു വരുമാനവും കിട്ടില്ല. ഒരുപക്ഷെ ആ ഓട്ടോയ്ക്ക് EMI കാണും. അടുത്ത മാസം EMI അടയ്ക്കാൻ അദ്ദേഹം പാടുപെടും. എവിടുന്നെങ്കിലും കടത്തിനായിരിക്കും അദ്ദേഹം പണം മേടിച്ച് EMI അടയ്ക്കാൻ പോകുന്നത്. അതും കൊള്ളപ്പലിശ കൊടുത്തിട്ടായിരിക്കണം ആ പണം അദ്ദേഹം കടമായി മേടിച്ചിട്ടുണ്ടായിരിക്കുക. ഇവിടെ പറഞ്ഞത് ഒരു പനിയുടെ കേസ് മാത്രമാണ്. പനിയേക്കാൾ കുറച്ചുകൂടെ പ്രശ്നമുണ്ടാക്കുന്ന, കുറച്ചുകൂടെ നാൾ വിശ്രമത്തിൽ കിടക്കേണ്ട രോഗങ്ങളുണ്ടല്ലോ. അങ്ങനൊരു രോഗമെങ്ങാനുമാണ് ടയർ 3-യിൽ വരുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഡെത്ത് സെൻറ്റൻസ് ആയിരിക്കും. അന്നുവരെ അവർക്കുണ്ടായിരുന്ന സകല വസ്തുക്കളും ഒരുപക്ഷെ അവർ ഇതിനു വേണ്ടി വിൽക്കേണ്ടി വന്നേക്കാം. അതെല്ലാം വിറ്റ് രോഗത്തിൽ നിന്നൊക്കെ മുക്തനായതിനു ശേഷം അവർ 1-ൽ നിന്ന് തുടങ്ങണം. എന്നാൽ ടയർ 1-ൽ അത്തരത്തിലുള്ളൊരു കേസൊന്നുമില്ല. അവർ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിലേക്ക് മടങ്ങി വരും. സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കില്ല.
ടയർ 1-ലുള്ള ഒരു വ്യക്തിയോട് അവരുടെ സക്സസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്തു, നന്നായിട്ട് ഞാൻ പഠിച്ചു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു കോർപ്പറേറ്റ് ജോലി കിട്ടിയത്. മറ്റുള്ള ടയർ 3-ൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ ലേസിയാണ്, അവർ പഠിക്കുന്നില്ല, അവർ അധ്വാനിക്കുന്നില്ല, അവരെന്തുകൊണ്ടാണ് SIP പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഏർപ്പെടാത്തത്, അവർ കൂടുതൽ പണം ഇക്വിറ്റിയിൽ നിക്ഷേപിക്കാത്തത് എന്തുകൊണ്ടാണ്, അവരെന്തിനാണ് ഈ ലോട്ടറിയൊക്കെ മേടിച്ച് പണം ദൂർത്തടിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ ടയർ 1-ലുള്ള ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. പക്ഷേ അവർ മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്, അവരുടെയും ടയർ 3-ലുള്ള ആളുകളുടെയും തുടക്കം ഒരുപോലെ ആയിരുന്നില്ല. ജീവിതത്തിൻ്റെ റേസ് ആരംഭിക്കുമ്പോൾ ടയർ 1-ലുണ്ടായിരുന്ന ആളുകൾ ഒരുപാട് മുൻപിലായിരുന്നു. അവരെക്കാൾ വളരെ പിന്നിൽ നിന്ന് ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു തുടങ്ങിയ ടയർ 3-ലെ ആളുകൾക്ക് ഓടിയെത്തപ്പെടാൻ സാധിച്ചില്ല. ടയർ 1-ലുള്ള ആളുകളുടെ ജീവിതം ഏകദേശം സ്റ്റേബിളായിട്ട് തന്നെ ആയിരുന്നു. അവർക്ക് കാര്യമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ വിദ്യാഭ്യാസത്തിന് ലോൺ എടുക്കേണ്ടി വന്നിട്ടില്ല. അവർ ജോലിക്ക് കയറിയതിന് ശേഷം അവരുടെ പേരൻസിന് വേണ്ടി അവർ സമ്പാദിച്ച പണത്തിൻ്റെ ഒരു വലിയ ശതമാനം അയച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. ലോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ലോണിൻ്റെ പലിശ അടയ്ക്കേണ്ടി വന്നിട്ടില്ല. അവരുടെ സഹോദരിമാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല. അവർ ജനിച്ചു വീണ സ്ഥലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷേ ടയർ 1-ലുള്ള ആളുകളെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്ന, കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം ടയർ 3-ലുള്ളത്. പക്ഷേ ആ കഷ്ടപ്പാടുകൾ കൊണ്ട് അവർക്ക് കാര്യമായിട്ടുള്ളൊരു പ്രയോജനവുമില്ല. കാരണം കഷ്ടപ്പാട് കൊണ്ട് മാത്രം ഇന്ത്യയിൽ ഒരു ധനികനായിട്ട് മാറാൻ അല്ലെങ്കിൽ സ്റ്റേബിളായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിൻ്റെ പിന്നിൽ ലൈഫിൻ്റെ ഒരു ലോട്ടറി കൂടിയുണ്ട്. കുഞ്ഞുനാളിലേ ഉള്ള എൻ്റെ ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്? എന്തുകൊണ്ട് ഇതൊരു മറ്റൊരു യൂറോപ്യൻ രാജ്യമായി മാറുന്നില്ല? അല്ലെങ്കിൽ അത്രയും ഉയർന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം വളരാത്തത് എന്താണ്? ടയർ 3-ലുള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ഒരുവിധം പല ബിസിനസ്സുകളൊക്കെ നടത്തി ടയർ 2-ലെത്തിയെന്ന് കരുതുക. ടയർ 2-ൽ നിന്നും മുകളിലേക്ക് പോകാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല. ടയർ 2 വരെയാണ് പരമാവധി എത്തിച്ചേരാൻ സാധിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അവിടെ അദൃശ്യമായിട്ടുള്ള ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തി അവരെ പിടിച്ച് താഴോട്ടിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ മിഡിൽ ഇൻകം ട്രാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിലുള്ള റീസൺസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അത് എന്നേക്കുമായി ഒരു ട്രാപ്പായിട്ട് നിലനിൽക്കില്ല. ചരിത്രം അതാണ് പറയുന്നത്. 1950-കളിൽ സൗത്ത് കൊറിയ എന്ന രാജ്യം അത് വളരെ പാവപ്പെട്ട ഒരു പട്ടിണി രാജ്യമായിരുന്നു. ആ രാജ്യത്തുള്ള ആളുകൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള, ഏറ്റവും തൊഴിൽ സാധ്യതകളുള്ള ഒരു രാജ്യമായി മാറുമെന്ന്. അവർ എങ്ങനെയാണ് ഈ മിഡിൽ ഇൻകം ട്രാപ്പിനെ ഓവർകം ചെയ്തത്? അവർ പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. എല്ലാ ആളുകൾക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കണം. ഇന്ത്യ പക്ഷേ ആ രീതിയിലല്ല ചിന്തിച്ചത്. ഇന്ത്യ ചിന്തിച്ചത് എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം കൊടുക്കണം, എല്ലാ ആളുകളെയും സ്കൂളുകളിലേക്ക് കൊണ്ടുവരണമെന്നാണ്. പക്ഷേ സൗത്ത് കൊറിയ ചിന്തിച്ചത് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെ കിട്ടണം. സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും സാമ്പത്തികമായിട്ട് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയാണെങ്കിലും അവർക്കെല്ലാം ഒരുപോലുള്ള വിദ്യാഭ്യാസം കിട്ടണം. ഒരുപോലുള്ള വിദ്യാഭ്യാസം ഒരേപോലെ കിട്ടുമ്പോൾ, പണമൊന്നും ചിലവഴിക്കാതെ തന്നെ കിട്ടുമ്പോൾ കോച്ചിങ് സെൻറ്ററുകൾക്ക് പ്രാധാന്യമില്ലാതെയാകും. എന്തുകൊണ്ടാണ് ഇവിടെ കോച്ചിങ് ഇൻഡസ്ട്രി ഒരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്കൂളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലുള്ള അധ്യാപകരുടെ കഴിവുകേട് തന്നെയാണ്. ആ അധ്യാപകർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അഡീഷണലായിട്ടൊരു കോച്ചിങ്ങിനൂടെ കൂടി പോയാൽ മാത്രമാണ് അവർക്ക് IIT പോലുള്ള എക്സാമുകളിൽ സക്സീഡ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അവർ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന ആ സിലബസും ആ സ്റ്റഡി മെറ്റീരിയലുകളും ഒന്നും മതിയാകില്ല അവർക്ക് IIT എക്സാം ക്രാക്ക് ചെയ്യാൻ. സൗത്ത് കൊറിയ നടപ്പിലാക്കിയ മറ്റൊരു കാര്യം പീനലൈസിങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ കമ്പനി വലിയ കമ്പനിയായിട്ട് വളരാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ കൂടുതൽ വളർത്താൻ വേണ്ടിയായിരിക്കണം ശ്രമിക്കുന്നത്. അതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇന്ത്യയിൽ ഒരു കമ്പനി തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തുടങ്ങാം. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങ് വികസിച്ചു പോകാൻ പറ്റില്ല. അത് വികസിച്ചു പോകണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കടമ്പകൾ ചാടാതെ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേബിൾ സ്റ്റേറ്റിൽ തന്നെ നിൽക്കാനാണ് ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം കമ്പനികളും തീരുമാനിക്കുന്നത്. സൗത്ത് കൊറിയയിൽ അങ്ങനെ ആയിരുന്നില്ല. സൗത്ത് കൊറിയയിലുള്ള കമ്പനികൾ വളരും തോറും അവർക്ക് കൂടുതൽ പ്രയോജനം കിട്ടിക്കൊണ്ടേയിരിക്കും.
ഒരു കമ്പനി കൂടുതലായിട്ട് വളരുമ്പോൾ, അതിൽ കൂടുതലായിട്ട് എംപ്ലോയീസ് ഉണ്ടാകുമ്പോൾ തൊഴിൽക്ഷാമം ഇല്ലാതെയാകും, കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടും. തൊഴിൽക്ഷാമം കുറയുമ്പോൾ ശമ്പളം കൂടും. ജോലി ചെയ്യാനായിട്ട് ജോലി അന്വേഷിച്ച് നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ കമ്പനികൾ കൊടുക്കുന്ന ശമ്പളം, പ്രത്യേകിച്ചും ചെറിയ കമ്പനികൾ കൊടുക്കുന്ന ശമ്പളം താരതമ്യേന കുറവായിരിക്കും. എന്നാൽ ജോലിക്കാരെ കിട്ടാൻ തന്നെ ഇല്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടിയ ശമ്പളം കൊടുത്തിട്ട് വേണം ഓരോ ജോലിക്കാരെ നിയമിക്കാൻ. ആ രീതിയിലൂടെ മാത്രമാണ് എല്ലാ ആളുകൾക്കും ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നത്. ഒരു ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാണെങ്കിൽ പോലും മാന്യമായിട്ടുള്ള ശമ്പളം കിട്ടും. ആ ശമ്പളം ഉപയോഗിച്ച് അവരുടെ എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. മെഡിക്കലായിട്ടുള്ള സഹായങ്ങൾ സർക്കാർ ഏർപ്പാടാക്കും. അതിനുവേണ്ടി മാസം ഒരു തുക മാറ്റിവെച്ചാൽ മതി. അങ്ങനെ മാറ്റിവെക്കാനുള്ളൊരു തുക അവർക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു രാജ്യം ഏറ്റവും മികച്ചൊരു രാജ്യമാണെന്ന് നമ്മൾ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ആ രാജ്യം സാമ്പത്തികമായിട്ട് സുസ്ഥിരമായിട്ടുള്ളൊരു രാജ്യമാണെന്ന് പറയണമെങ്കിൽ, അവിടെ എത്രമാത്രം കോടീശ്വരന്മാരുണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് കാര്യമില്ല. ആ കോടീശ്വരന്മാരുടെ ജീവിതം എത്രമാത്രം പളപളപ്പുള്ളതാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. അവർ താമസിക്കുന്ന ലക്ഷൂറിയസ് ആയിട്ടുള്ള റൂമുകളെക്കുറിച്ചും അപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചും വീടുകളെക്കുറിച്ചും ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവിടെയുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തിക്കും ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് എത്രമാത്രം വേഗതയിൽ ഉയർന്നു വരാൻ സാധിക്കുമെന്നുള്ളതാണ് അവിടെ നമ്മൾ കണക്കായിട്ട് എടുക്കേണ്ടത്. എല്ലാവരുടെയും ഓട്ടമത്സരം ആരംഭിക്കേണ്ടത് ഒരൊറ്റ ലൈനിൽ നിന്നായിരിക്കണം. ആ ഒറ്റ ലൈനിൽ നിന്ന് ഓടുന്ന വ്യക്തി അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒന്നാമതെത്തണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതല്ല, എല്ലാവർക്കും ഏറ്റവും മികച്ച, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി അവർ പണം മുടക്കേണ്ട ആവശ്യമില്ല. ആ പണമാണ് സർക്കാർ കണ്ടെത്തേണ്ടത്. അല്ലാതെ നമ്മൾ പല സൗജന്യങ്ങളും കൊടുത്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഏറ്റവും താഴെത്തട്ടിൽ, ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ അവർക്ക് സൗജന്യമായിട്ട് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം തന്നെ ഒരുക്കി കൊടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ, ഇന്ത്യയിലുള്ള സാധാരണക്കാരന് ഏറ്റവും മികച്ച രീതിയിൽ ജീവിക്കാൻ പറ്റണമെങ്കിൽ, ഇന്ത്യ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് അല്ലാതെയായി മാറണമെങ്കിൽ, ഇവിടെ എല്ലാവർക്കും സൗജന്യമായി മികച്ച വിദ്യാഭ്യാസം കൊടുത്തേ മതിയാകൂ. ഇന്ത്യ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലെ റെയിൽവേ സിസ്റ്റത്തിലേക്കൊന്ന് നോക്കൂ. അവിടുത്തെ ഓരോ ബോഗികളും ഒന്ന് പരിശോധിക്കൂ. കോൺസെൻട്രേഷൻ ക്യാമ്പിനേക്കാൾ ഭീകരമല്ലേ? റെയിൽവേ മാത്രമല്ല, ഇന്ത്യയിലെ പല മേഖലകളിലും ഇത്തരം സാഹചര്യങ്ങളുണ്ട്. ഇന്ത്യൻ ജനതയെ ഒരു തേർഡ് റേറ്റ് മൃഗങ്ങളെ പോലെയാണ് ശരിക്കും നമ്മുടെ സർക്കാർ ട്രീറ്റ് ചെയ്യുന്നത്. ആ സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. നമ്മൾ വോട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമായിരിക്കും അധികാരത്തിൽ വരുന്നത്. ആർക്ക് വോട്ട് ചെയ്യണം, എന്തിന് വോട്ട് ചെയ്യണം, ഏതടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യണം, അതൊക്കെ നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.